ജനമനസ്സറിയുവാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുമ്പോഴും കല്ലാർമെട്ടിന്റെ വികസനം ചർച്ച ചെയ്യുകയാണ് മുന്നണി സ്ഥാനാർത്ഥികൾ. LDF-ന്റെ സ്ഥാനാർത്ഥിയായി CPM-ൽ നിന്നുള്ള റിജിമോൻ പുതുപ്പള്ളിക്കരയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. UDF-ൽ നിന്നും കന്നിയംഗത്തിന് ഇറങ്ങുന്നത് KK രതീഷാണ്. BJP-യിൽ നിന്നും NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് S സുധിയാണ്. 3 സ്ഥാനാർത്ഥികളും രാത്രി വൈകിയും പ്രചരണം നടത്തുകയാണ്. സ്ഥാനാർത്ഥികൾക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധി അനീഷ് P തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നിശബ്ദ പ്രചാരണവും അവസാനിച്ചിരിക്കുകയാണ്. നാളെ കേരളം വിധിയെഴുതുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് 17-ാം വാർഡിലാണ്. 17-ാം വാർഡിലെ 3 മുന്നണി സ്ഥാനാർത്ഥികളെയും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് LDF സ്ഥാനാർത്ഥിയാണ്, റെയ്ച്ചേട്ടനാണ്. എങ്ങനെ വിലയിരുത്തുന്നു ഈ ഒരു ഇലക്ഷനെ? നമ്മുടെ വാർഡിലെ വികസനങ്ങളും പഞ്ചായത്തിലെ വികസനങ്ങളും പ്രത്യേകിച്ച് 17-ാം വാർഡിലെ മികച്ച വികസനമാണ് ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷത്തിന്റെ മെമ്പറായ ബിന്ദു സഹദേവൻ നടത്തിയത്. അതിന്റെ ഒരു പിന്തുണ ഈ വാർഡിൽ എനിക്ക് മുഴുവനായിട്ടും കിട്ടുന്നുണ്ട്. സാധാരണക്കാരനാണ്, ഞാൻ കുടുംബത്തിലാണ് ജീവിക്കുന്നത്. ഇപ്പോൾ ഈ പ്രദേശങ്ങളിൽ ലോറിഞ്ഞു പണിയെടുത്ത് കുടുംബം നടത്തുന്നു. എനിക്ക് 2 പെൺകുട്ടികളാണ്. വൈഫും ഇടയ്ക്ക് പണിക്കാൻ പോകുന്ന ഒരു കൂട്ടത്തിലാണ്. ഏറ്റവും സാധാരണ കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് സാധാരണപ്പെട്ടവന്റെ എല്ലാ വിഷമങ്ങളും അനുഭവിച്ചു വന്നതുകൊണ്ട് അവരുടെ വിഷമങ്ങളൊക്കെ എനിക്ക് ഉൾക്കൊള്ളാനും അവർ പറയാതെ തന്നെ ഉൾക്കൊള്ളാൻ എനിക്കുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. ഏതാണ്ട് അവസാനിച്ചിരിക്കുകയാണ്. നാളെ രാവിലെ ജനങ്ങൾ വിധിയെഴുതും. എത്രത്തോളം വിജയപ്രതീക്ഷ? 100% വിജയപ്രതീക്ഷയാണ്. നമ്മൾ ഈ വാർഡിന്റെ എല്ലാ മേഖലകളിലും നമ്മൾ മുഴുവൻ വോട്ടർമാരെ കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. മുഴുവൻ വോട്ടർമാരെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവരുടെ ഒരു പ്രതികരണം വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ നേരത്തെ വിഭജന സൂചിപ്പിച്ചതിനപ്പുറം 100-ലധികം വോട്ടുകൾക്ക് ഉള്ള ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നത് ഉറപ്പാണ്. 100% തന്നെ നമ്മൾ പ്രതീക്ഷയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 17-ാം വാർഡിൽ ഞാൻ ജനിച്ചു വരുന്നതാണ്. ഇതിന്റെ ഈ 17-ാം വാർഡിലെ മുക്കും മൂലകൾ എല്ലാം കൃത്യമായിട്ട് എനിക്ക് മനപ്പാടുമായിട്ട് തന്നിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുനാൾ മുതൽ തന്നെയാണെങ്കിൽ പോലും ഈ പ്രദേശങ്ങളെല്ലാം എനിക്ക് കളിച്ചു വളർന്നതാണ്. പിന്നെ ഓരോരോ പ്രവർത്തനങ്ങളായിട്ടും പൊതുപ്രവർത്തനമായിട്ടും എല്ലാം ഞങ്ങൾ ഈ ഓരോരോ മേഖലകളിൽ ഓരോരോ വീടുകളിൽ കൂടെ കയറിയാണ്. ഈ ആരെല്ലാം ഏതെല്ലാം വീടുകളിൽ താമസിക്കുന്നത് പോലും കൃത്യമായിട്ടും നമുക്ക് എടുത്തു പറയാം. അത് അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ 3 മുന്നണി സ്ഥാനാർത്ഥികളെയും കണ്ടിരിക്കുകയാണ്. LDF-ന്റെയും UDF-ന്റെയും NDA-യുടെ സ്ഥാനാർത്ഥികളെ കണ്ടു. എന്നോടൊപ്പം ഈ അവസാന നിമിഷത്തിലുള്ളത് NDA സ്ഥാനാർത്ഥികളാണ്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുണ്ട്. തൊട്ടടുത്ത വാർഡുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുണ്ട്. 17-ാം വാർഡിലെ സ്ഥാനാർത്ഥിയുമുണ്ട്. എന്താണെങ്കിലും നാളെ രാവിലെ അവരുടെ ജനവിധി രേഖപ്പെടുത്തുകയാണ്. ജനങ്ങളുടെ മനസ്സ് എന്താണെന്ന് നമുക്ക് നാളെ രാവിലെ മാത്രമേ അറിയുവാൻ കഴിയൂ. 13-ന് ജനങ്ങളുടെ വിധിയെഴുത്ത് എന്താണെന്നുകൂടെ നമുക്ക് അറിയുവാൻ വേണ്ടി കഴിയും.